ഇലക്ഷൻ കാലത്ത് ഈ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സംഘടനകളെക്കുറിച്ചും അടിപിടികളെക്കുറിച്ചും രാഷ്ട്രീയ കുരുതികളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ രാഷ്ട്രീയ കുരുതികളിലൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നത് സാധാരണക്കാർക്കാണ്. ഓരോ പാർട്ടികളിലെ അണികളെന്ന് നമ്മൾ പറഞ്ഞ് വില കുറഞ്ഞു കാണുന്ന ഈ സാധാരണക്കാർ, ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളിൽ നേതാക്കന്മാർക്ക് ആർക്കും ജീവൻ നഷ്ടപ്പെട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇതുവരെയുള്ള കേരളത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, അതുപോലെ എത്ര മതമേലധ്യക്ഷന്മാർക്ക് ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ആർക്കും ജീവിതം നഷ്ടപ്പെടാറില്ല. ജീവിതം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും എനിക്കും മാത്രം. ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയും ഈ മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും അവർ പറയുന്ന കാര്യങ്ങൾ കാണാതെ വിശ്വസിച്ച്, കണ്ണടച്ച് വിശ്വസിച്ച് അവർ പറയുന്ന പോലെ ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളുടെ ജീവനാണ് ഇത്തരം സംഘടനകളിൽ ഒന്നുകിൽ നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വേദനയുമായി ജീവിക്കേണ്ടി വരുന്നത്. ഇതുകൊണ്ടൊന്നും ഇവർക്ക്, ഈ സാധാരണക്കാർക്കൊന്നും പ്രത്യേകിച്ച് ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള പ്രയോജനം ഉണ്ടാവുന്നില്ല. എന്തു പ്രയോജനം ഉണ്ടായാലും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായത് അവരുടെ ജീവനാണ്, അവരുടെ ജീവിതമാണ്. ഓരോ മനുഷ്യനും, എനിക്കും നിങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതം മാത്രമാണ്, നമ്മുടെ ജീവൻ മാത്രമാണ്. അത്രയും അമൂല്യമായ മറ്റൊരു സ്വത്തില്ല. അത്രയും അമൂല്യമായ വേറൊരു സാധനം നമുക്ക് ഈ ലോകത്തില്ല. അത് നഷ്ടപ്പെടുത്താൻ മാത്രം അത്രയും വിലയുള്ള ഒരാശയവും നമ്മുടെ ലോകത്തില്ല. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ, അതൊരു ആശയം മാത്രമാണ്. രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ ചേരുന്നത് ശരിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയോടുള്ള താല്പര്യം, ആ രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ആദർശത്തെ, ഏതെങ്കിലും ഒരു ആശയം വഴി ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ ചേരുന്നത്. പക്ഷെ അതൊരു ആശയം മാത്രമാണ്, അതൊരു വിശ്വാസം മാത്രമാണ്. ഒരാശയവും നമ്മൾക്ക് വയറ് നിറയ്ക്കില്ല. നമുക്ക് വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്ന പകരം നമുക്ക് ആശയം എടുത്ത് വിഴുങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ആശയം എടുത്ത് ഉപയോഗിച്ച് അതുവഴി നമുക്ക് അസുഖത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയിൽ മാത്രം നിലനിൽക്കുന്ന, ബുദ്ധിയിൽ മാത്രം ജീവിക്കുന്ന സാധനങ്ങൾ മാത്രമാണ്. ഇതൊന്നും നമുക്ക് അനുഭവേദ്യമായ കാര്യമല്ല. നമുക്ക് അനുഭവേദ്യമായിട്ടുള്ളത് നമ്മുടെ ജീവിതമാണ്. ഈ ജീവിതത്തെക്കാളും വിലയുള്ള ഒരാശയവുമില്ല. അതുമല്ല, ഈ ആശയത്തിന് വേണ്ടി നമ്മൾ പരസ്പരം വെട്ടിമരിക്കുന്നത്, നമ്മൾ പരസ്പരം കുത്തിമരിക്കുന്നത്, അത് ആർക്കു വേണ്ടിയാണ്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകവുമില്ല, ജീവിതവുമില്ല. നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന്. അതുപോലെ നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ എങ്ങോട്ടേക്കാണ് പോണതെന്ന്. മതമേലധ്യക്ഷന്മാരും മറ്റുള്ളവരൊക്കെ നമ്മളോട് പറയും, പല കഥകളും പറയും. അതൊക്കെ വെറും കഥകൾ മാത്രമാണ്, അതൊക്കെ വെറും മിത്തുകൾ മാത്രമാണ്, അതൊക്കെ വെറും ആശയങ്ങൾ മാത്രമാണ്. അതൊക്കെ അനുഭവിച്ചറിഞ്ഞവരാരും തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സാധാരണ ബുദ്ധി വെച്ച് വിശ്വസിക്കാൻ കഴിയില്ല. ആരെങ്കിലും നമ്മളോട് പറയുകയാണ്, രാത്രി പട്ടിണിയായിട്ട് കിടന്നോ, ഈ ആശയം വിശ്വസിച്ച് കിടന്നോളൂ, ഈ പ്രത്യയശാസ്ത്രം വിശ്വസിച്ച് കിടന്നോളൂ, ഈ മതത്തിൽ വിശ്വസിച്ച് കിടന്നോളൂ, നേരം വെളുക്കുമ്പോൾ നിങ്ങൾ വയറ് നിറഞ്ഞെഴുന്നേക്കും. നമുക്കറിയാം അത് സത്യമല്ല, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല, നമ്മളെ പറ്റിക്കാൻ പറയുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഒരു മതത്തിനു വേണ്ടിയും നമ്മളുടെ ജീവൻ ബലി കൊടുക്കാൻ തയ്യാറാവുന്നതും അതിനുവേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാവുന്നു. ഇതൊക്കെ വെറും ആശയങ്ങൾ മാത്രമാണ്. ഈ ആശയങ്ങൾക്കൊന്നും നമ്മുടെ ലോകത്ത് നിലനിൽപ്പില്ല. ഈ ആശയങ്ങളൊക്കെ ബുദ്ധിയിൽ ജീവിക്കുന്ന കാര്യങ്ങളാണ്. അതുമാത്രമല്ല, ഈ ആശയങ്ങൾക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അതുവഴി പ്രയോജനം ഉണ്ടാവുന്നത് ആർക്കാണ്? അതുവഴി പ്രയോജനമുണ്ടാവുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്മാർക്കും ഇവിടുത്തെ മതമേലധ്യക്ഷന്മാർക്കുമാണ്. തീവ്രവാദികളായി, ചാവേറുകളായി, മനുഷ്യ ബോംബുകളായി പൊട്ടിത്തെറിക്കുന്ന മനുഷ്യർ, അവരെന്തുകൊണ്ടാണ് ഇതിനൊക്കെ തയ്യാറാവുന്നത്?
അവർ തയ്യാറാവുന്നത് അവർക്ക് മറ്റെന്തോ കിട്ടും, ഈ ജീവിതത്തെക്കാട്ടിലും മഹത്തരമായിട്ടുള്ള എന്തോ ഉണ്ട് എന്ന് ആരോ അവരെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അവർക്ക് ബോധ്യമുണ്ടാവണം. അവരെ സംബന്ധിച്ചുള്ള അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം. അവരെ സംബന്ധിച്ചുള്ള അനുഭവവേദ്യമായിട്ടുള്ളത് ഈ ജീവിതം മാത്രമാണ്. ഈ മനുഷ്യ ബോംബുകളായി പൊട്ടിത്തെറിച്ചിട്ട് ആരും തിരിച്ചിവിടെ ഈ ജീവിച്ചിരിക്കുന്നതിനേക്കാളും മഹത്തരമായ ഒരു രീതിയിൽ തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല. നമുക്ക് ആർക്കും അറിയില്ല. അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ആരും ഒരു കാര്യത്തിൽ മനുഷ്യരാരും അത്തരം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാറില്ല, വിശ്വസിക്കാറില്ല. അതിനുവേണ്ടി നമ്മുടെ പണവും സമയവും നമ്മുടെ ജീവിതവും അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കാറില്ല. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ മതത്തിനു വേണ്ടി, രാഷ്ട്രീയത്തിനു വേണ്ടി തീവ്രവാദികളാവുന്നു, ചാവേറുകളാവുന്നു, മാവോയിസ്റ്റുകളാവുന്നു, ടെററിസ്റ്റുകളാവുന്നു? എന്തിനു ജീവൻ ബലി കൊടുക്കുന്നു? ഏതെങ്കിലും ആശയത്തിന് ഇത്രമാത്രം ബലമുണ്ടോ? ജീവിതത്തെക്കാൾ ബലമുള്ള യാതൊരു ആശയവുമില്ല. ഒരു പ്രത്യയശാസ്ത്രവും ഒരു മതവും ജീവിതത്തെക്കാൾ വലുതല്ല. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് അതാണ്. ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും നമ്മളോട് പറയും അത് സത്യമല്ലെന്ന്. അതാണ് സത്യം. അവർ പറയും നമുക്കിനി കിട്ടാനുള്ളത്, നമുക്കിതിൽ അനുഭവേദ്യമാവാത്ത സ്വർഗരാജ്യമാണ് വലുത്, അല്ലെങ്കിൽ എന്നെങ്കിലും സാധ്യമാവും എന്ന് പറയുന്ന ഒരു വിദൂര ഭാവിയിലുള്ള ഒരു സ്വപ്നലോകം, അതാണ് സത്യമെന്ന്. ഇവിടെ യാതൊരു തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളുമില്ലാത്ത സമത്വസുന്ദരമായ ഒരു ലോകമുണ്ടാകും. ആ ആശയമാണ്, ആശയം അതൊക്കെ വെറും ആശയമാണ്. അതൊന്നും നമ്മൾ ഒരിക്കലും അനുഭവേദ്യമായ കാര്യമല്ല. ആരുടെയോ മനസ്സിൽ, ആരുടെയോ സ്വപ്നത്തിലുണ്ടായ സാധനങ്ങളാണത്. അതൊന്നും സാധാരണക്കാരായ മനുഷ്യർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. സാധാരണക്കാരായ നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നമ്മളുടെ എഫർട്ടുകളോ നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ സമയമോ നമ്മുടെ ഊർജമോ ഒരിക്കലും നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുന്ന അതിൻ്റെ ഫലം ഇന്നതാവും, അതുകൊണ്ട് നമുക്ക് ഈ പ്രയോജനം ഉണ്ടാവും. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറും, അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം മാറും. അതുപോലെ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ നാളെ അത് ഉണ്ടായേക്കാം എന്നുള്ള സ്വപ്നത്തിൽ വിശ്വസിച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും മനുഷ്യർ വേറൊരു കാര്യവും ചെയ്യുന്നില്ല. മനുഷ്യർ ചെയ്യുന്ന ആകെ 2 കാര്യങ്ങൾ ഈ മതത്തിലും രാഷ്ട്രീയത്തിലും വിശ്വസിക്കുക എന്നുള്ള 2 കാര്യങ്ങളിൽ മാത്രമേ ഇത്ര അബദ്ധങ്ങൾ മനുഷ്യർ കാണിക്കാറുള്ളൂ. നമുക്ക് മനസ്സിലാക്കാവുന്ന, നമുക്ക് ഉറപ്പാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ജീവിതത്തിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു നമുക്ക് യാതൊരു ഐഡിയയില്ല, യാതൊരു ഊഹവുമില്ല. നമ്മൾ എങ്ങനെ ഇവിടെ എത്തി അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയില്ല. നമ്മൾ എങ്ങനെയോ ഇവിടെ എത്തിച്ചേർന്നു, നമുക്ക് ഈ ജീവിതം കിട്ടി. നമ്മളാരും പറഞ്ഞിട്ട്, നമ്മളാരും ഇഷ്ടപ്പെട്ടിട്ട്, നമ്മളെല്ലാവരും ആരും പ്രത്യേകം തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വന്നതല്ല, നമ്മളിങ്ങോട്ട് വന്നു. നമുക്കിവിടെ ജീവിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം എന്നത്, ഒരേ ഒരു യാഥാർത്ഥ്യം എന്നത് ഈ ജീവിതവും മാത്രമാണ്, മറ്റൊന്നുമില്ല. ഈ ജീവിതം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എവിടുന്നാണോ വന്നത് അതുപോലൊരു ശൂന്യത. നമുക്ക് അനുഭവേദ്യമാകുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളുടെ ബുദ്ധിക്കും നമ്മളുടെ അനുഭവത്തിനും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഇത് മാത്രമാണ്. മതങ്ങളിലോ രാഷ്ട്രീയങ്ങളിലോ പറയുന്ന സ്വർഗരാജ്യങ്ങളോ സമത്വസുന്ദരമായ ലോകമോ ഒന്നുമല്ല. അതുകൊണ്ട് അത്തരം പൊള്ളയായിട്ടുള്ള അത്തരം വാഗ്ദാനങ്ങൾക്ക്, അത്തരം സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ധനം നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല. ഓരോ രാഷ്ട്രീയ സംഘടനകളിലും, ഓരോ മതസംഘടനകളിലും, ഓരോ തീവ്രവാദി ആക്രമണങ്ങളിലും, ഓരോ മനുഷ്യ ബോംബ് സ്ഫോടനങ്ങളിലും നമുക്ക് നഷ്ടമാവുന്ന, നമുക്ക് ഈ വിലപ്പെട്ട, നമുക്ക് ആകെയുള്ള നമ്മുടെ ഏറ്റവും വലിയ ധനമായിട്ട് നമ്മുടെ ജീവിതം മാത്രമാണ്. അതിലും വലുതായി ലോകത്ത് വേറൊന്നുമില്ല. നമ്മൾ യാതൊരു ബോധവുമില്ലാതെ നമ്മൾ കണ്ണടച്ച് അന്ധന്മാരായി മറ്റൊരു കാര്യത്തിലും ഒരിക്കലും നമ്മൾ ചെയ്യാത്ത, ഒരിക്കലും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ, യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഈ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേര് നമ്മൾ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു വിളവെടുപ്പ് കാലമാണ് ശരിക്കും ഇലക്ഷൻ കാലം എന്ന് പറയുന്നത്. ഇലക്ഷൻ കാലം, അവിടെ ബോംബ് പൊട്ടി, അല്ലെ അവിടെ അക്രമമുണ്ടായി, അവിടെ വീട് കത്തിച്ചു, അവിടെ വണ്ടി കത്തിച്ചു, അല്ലെ പാർട്ടി ഓഫീസ് കത്തിച്ചു.
ഈ പാർട്ടി ഓഫീസ് കത്തിക്കുന്നതിനും മറ്റും പോകുന്നത് എന്തിനാണ്? മറ്റുള്ള ആളുകൾ അതുവഴി മറ്റുള്ള ആളുകളെ ഉണർത്തിയെടുക്കുക, മറ്റുള്ള ആളുകൾക്കെതിരെ ഈ ഗ്രൂപ്പിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക, കുറേ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുക. ഇതുവഴിയൊക്കെ ആരാണ് പ്രയോജനം ഉണ്ടാക്കുന്നത്? ഇതുവഴിയൊക്കെ പ്രയോജനം ഉണ്ടാക്കുന്നത് സാധാരണക്കാരായ ഈ അടിക്കും കുത്തിനും വെട്ടിനും പോയ ആളുകളല്ല. പ്രയോജനമുണ്ടാക്കുന്നത് ഇവരുടെ എല്ലാം ശവങ്ങളുടെയും ഇവരുടെ എല്ലാം മുറിഞ്ഞുപോയ ശരീര അവയവങ്ങളുടെയും മുകളിൽ കസേരയിട്ട് കയറിയിരിക്കാൻ കൊതിക്കുന്ന നേതാക്കന്മാരാണ്. അത് മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ. ഈ നേതാക്കന്മാർക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന നമ്മൾ ഈ പീരങ്കികളിലും മറ്റും ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ പോലെ ഇവർക്ക് മുകളിലേക്ക് പോകാനായിട്ട് പോകുന്ന, ഇവർക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ചവറ്റുപടികളാണ് നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ കുരുതി വഴി ഉണ്ടാകുന്ന ഈ ശവങ്ങളിൽ ചവിട്ടിയാണ് ഇവർ മുകളിലേക്ക് കയറുന്നത്. നമ്മൾ അതിന് അവരെ അനുവദിച്ചുകൂടാ. നമുക്ക് രാഷ്ട്രീയമാവാം, നമുക്ക് മതമാവാം, പക്ഷെ നമ്മുടെ ജീവിതത്തെ തൊട്ട് കളിച്ചുള്ള രാഷ്ട്രീയമോ ജീവിതമോ പാടില്ല. മതസംഘടനകൾ പാടില്ല, രാഷ്ട്രീയ സംഘടനകൾ പാടില്ല. ഈ ഇലക്ഷൻ കാലത്ത് നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്, നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ ജീവനോ അതുപോലെ നമ്മുടെ ശരീരത്തിനോ യാതൊരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാവാത്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങളാവാം, മതപ്രവർത്തനങ്ങളാവാം, ജീവിതത്തെ തൊട്ട് കളിച്ചുള്ള നമ്മുടെ ശരീരത്തെ തൊട്ട് കളിച്ച്, ഇതൊക്കെ ആശയങ്ങളാണ്, ആശയവിനിമയമാകാം. ഇതൊന്നും നമുക്ക് അനുഭവവേദ്യമായ കാര്യങ്ങളല്ല. ഇത് കല്ലും മണ്ണും വെള്ളവും പോലെയുള്ള സാധനങ്ങളല്ല, നമുക്ക് തൊട്ടു നോക്കാവുന്ന കാര്യങ്ങളല്ല, ബുദ്ധിയിൽ ജീവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതൊന്നും സത്യമാണോ മിഥ്യയാണെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. വെറും വിശ്വാസമാണ്. നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാവുന്ന കാര്യങ്ങളല്ല. ഒരു വിഭാഗം ആളുകൾ ആ മതത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രം ഉറപ്പുള്ള കാര്യങ്ങളാണ്. അതിനെതിരെയുള്ള ആളുകൾ അതിനോട് യാതൊരു വിശ്വാസവും ഇല്ല. ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മറ്റു മതങ്ങളിലുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ല. അതുപോലെ ഇസ്ലാമിനോ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതര മതക്കാരുടെ കാര്യങ്ങളിൽ വിശ്വാസമില്ല. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗം മാത്രം വിശ്വസിക്കുന്നത് വഴി മാത്രം അതിന് ജീവനുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് ജീവനില്ല, നമ്മുടെ ബുദ്ധിയിൽ മാത്രം ജീവിക്കുന്ന, ബുദ്ധിയിൽ മാത്രം നിലനിൽക്കുന്ന ചില സാധനങ്ങൾ, ചില ആശയങ്ങളാണിവ. രാഷ്ട്രീയവും അത് തന്നെ, പ്രത്യയശാസ്ത്രങ്ങളും അത് തന്നെ. ഇവയ്ക്കൊന്നും നമ്മുടെ ജീവനോളം വിലയില്ല, ഇവയ്ക്കൊന്നും നമ്മുടെ ജീവൻ എടുക്കാൻ വിലയില്ല. ഇവയ്ക്കൊന്നും രാഷ്ട്രീയ സംഘടനകൾ വഴി നമ്മുടെ അവയവങ്ങൾ നഷ്ടപ്പെടാനും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാനും മാത്രം പ്രാപ്തിയുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഈ ഇലക്ഷൻ കാലത്ത് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മൾ ആരും ഈ ആശയങ്ങളുടെ പേരിലോ, രാഷ്ട്രീയമാവട്ടെ മതമാകട്ടെ, ആശയങ്ങളുടെ പേരിൽ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. നമ്മളെല്ലാം യുദ്ധം ചെയ്ത് മരിക്കുന്നത് വഴി എന്താ പ്രയോജനം? നമ്മുടെ രാഷ്ട്രീയത്തിലോ അല്ല മതത്തിലോ ഉള്ള നേതാക്കന്മാർ അവർക്ക് രാജാവാകണം, അവർക്കിവിടെ ഭരണയന്ത്രങ്ങൾ തിരിക്കണം, അവർക്കിവിടെ കൊടിവെച്ച കാറുകൾ നടക്കണം. അതിനുവേണ്ടിയാണ് ഇവിടെ സംഘടനകൾ നടക്കുന്നത്. അതല്ലാതെ പാവപ്പെട്ടവൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണെന്ന് അതൊക്കെ വെറും പൊള്ളയായ വാഗ്ദാനം. അധികാരം കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് ആളുകൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി മറ്റുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് മതം വഴിയും രാഷ്ട്രീയം വഴിയും ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ, നമ്മളെപ്പോലുള്ള ആളുകൾ, നമ്മൾ ചെയ്യേണ്ടത്, ശരി നമുക്കിത് വിശ്വസിക്കാൻ തോന്നുമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉള്ളിൽ അരക്കിട്ട് ഉറപ്പിക്കേണ്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് നമുക്ക് അനുഭവേദ്യമായിട്ടുള്ളത്, നമുക്ക് സ്വന്തമായിട്ടുള്ളത്, നമുക്ക് അമൂല്യമായിട്ടുള്ളത്. അത് വിട്ടുകൊടുത്തുകൊണ്ടുള്ള, അത് കുരുതി കൊടുത്തുകൊണ്ടുള്ള, അതിന് ഏതെങ്കിലും രീതിയിൽ ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള ആശയപ്രവർത്തനങ്ങൾക്കും, അത് മതമാകട്ടെ രാഷ്ട്രീയമാവട്ടെ, നമ്മൾ തയ്യാറാവരുത്. ഇനി ആളുകൾ മരിക്കണം, ആളുകൾ പരസ്പരം വെട്ടിക്കുത്തി കൊല ചെയ്യണം, അതുവഴി അണികളിൽ ആവേശം കത്തിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നേതാക്കന്മാർ ചെയ്യട്ടെ, മത നേതാക്കന്മാർ വരട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാർ വരട്ടെ, അവർ യുദ്ധം ചെയ്യട്ടെ, അവർ വാളെടുക്കട്ടെ, അവർ പരസ്പരം കുത്തി മരിക്കട്ടെ. അതിവിടെ നടക്കുന്നില്ല. കേരളത്തിന് ഇതുവരെയുള്ള ചരിത്രം നോക്കൂ, എത്ര രാഷ്ട്രീയ നേതാക്കന്മാരാണ് മരിച്ചിരിക്കുന്നത്, എത്ര മത നേതാക്കന്മാരാണ് മരിച്ചത്. ഇവിടെ മരിക്കുന്നത് മുഴുവൻ അണികളാണ്, സാധാരണക്കാരാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരായ ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ടുള്ള കാര്യം, ഇവിടെ നേതാക്കന്മാർ മരിക്കുന്നില്ല, നേതാക്കന്മാർ ഭരിക്കുന്നു. നമ്മൾ മരിക്കുന്നു, അവർ ഭരിക്കുന്നു. ഇത് തുടർന്നു പോകാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ഈ ഇലക്ഷൻ്റെ കാലം മുതലെങ്കിലും നമുക്കൊരു തീരുമാനമെടുക്കാം. ഇവിടെ രാഷ്ട്രീയത്തിന് വേണ്ടിയോ മതത്തിന് വേണ്ടിയോ മരിക്കാൻ സാധാരണക്കാരൻ തയ്യാറല്ല. അത് വേണമെങ്കിൽ അധികാരത്തിന് വേണ്ടി കൊതിച്ച് നടക്കുന്ന നേതാക്കന്മാർ ചെയ്യട്ടെ.
എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംഘടനകൾക്കും രാഷ്ട്രീയ കുരുതികൾക്കും അറുതി വരൂ.